അപ്പോൾ ആദ്യത്തെ ശുപാർശ ഗ്രൗണ്ട് വാട്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള റെയിൻ വാട്ടർ ഉപയോഗിച്ചുകൊണ്ടായിരുന്നില്ല, ഭൂഗർഭജലം ഉപയോഗിച്ചുകൊണ്ടുള്ള മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിക്കായിരുന്നു ആദ്യ ശുപാർശ. പിന്നീട് നമ്മൾ പ്രശ്നം ഉന്നയിച്ചപ്പോഴാണ് അദ്ദേഹം അത് റെയിൻ ഹാർവെസ്റ്റിങ്ങിലേക്ക് അത് മാറ്റിയത്. റെയിൻ ഹാർവെസ്റ്റിങ്ങും ഇവിടെ സ്വാഭാവികമായും പ്രയാസമുള്ളൊരു കാര്യമാണ്. തന്നെയുമല്ല, മഴ നിഴൽ പ്രദേശമാണ്. നമ്മൾ വിചാരിക്കുന്ന അത്ര വെള്ളം അവിടെ കിട്ടില്ല. എൻ്റെ കണക്കുണ്ട്, പാലക്കാട് ജില്ലയിൽ കിട്ടിയ വെള്ളത്തിൻ്റെ 2007 പാലക്കാട് ജില്ലയിൽ 3020 മില്ലിമീറ്റർ ആയിരുന്നെങ്കിൽ 2011 2610 മില്ലിമീറ്ററാണ്. ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ കുറവാണ്. അപ്പോൾ മഴ ഓരോ ദിവസം ഓരോ വർഷം കഴിയുന്നതോറും കുറയുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ജനങ്ങൾക്ക് കുടിവെള്ളത്തിന് മാർഗമില്ല. മലമ്പുഴ അണക്കെട്ടിൽ നിന്ന് കിട്ടുന്ന വെള്ളം കർഷകർക്കുള്ള വെള്ളമാണ്. അവിടുത്തെ പാലക്കാട്ടെ ജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, കാർഷിക ആവശ്യങ്ങൾക്കുള്ള വെള്ളം, കുടിവെള്ളത്തിനുള്ള വെള്ളം കഴിഞ്ഞിട്ട് മാത്രമേ കിൻഫ്രയിലേക്ക് പോലും വെള്ളം കൊടുക്കാവുന്ന അവിടുത്തെ വ്യവസായ ആവശ്യങ്ങൾക്ക്. ഇപ്പം കുടിക്കാൻ പോലും വെള്ളമില്ല. കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാടിന് കാർഷിക ആവശ്യങ്ങൾക്ക് വെള്ളമില്ല. അവിടെയാണ് മലമ്പുഴ അണക്കെട്ടിൽ നിന്ന് വെള്ളമെടുക്കുമെന്ന് മന്ത്രി പറയുന്നത്. അവിടെയാണ് മന്ത്രി പറയുന്നത് ഞങ്ങൾ മഴവെള്ളം ഉപയോഗിച്ചുകൊണ്ട് മഴവെള്ളം സംഭരിച്ച് പ്രവർത്തനം നടത്തുമെന്ന്. ഇത് രണ്ടും അപ്രായോഗികമായ നടപടിയാണ്. തന്നെയുമല്ല, മറ്റൊന്ന് പറഞ്ഞു, ആദ്യത്തെ പ്രപ്പോസല് അരി ഉപയോഗിച്ചുകൊണ്ട് ആയിരിക്കും ഈ പ്രൊഡക്ഷൻ നടത്തുന്നതെന്ന് പറഞ്ഞു. അത് മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പ് വന്നപ്പോഴാണ് ഉപയോഗശൂന്യമായ അരി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ മനുഷ്യർക്ക് കഴിക്കാൻ അരിയില്ല കേരളത്തിൽ. ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ അരി കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അങ്ങനെ ജനങ്ങൾക്ക് ഭക്ഷണത്തിന് അരി പോലും കിട്ടാത്ത സാഹചര്യത്തിലാണ് അരി ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തുമെന്ന് പറഞ്ഞത്. അപ്പോൾ അതും അപ്രായോഗികമാണ്. അവർ ചുരുക്കത്തിൽ തന്നെയുമല്ല, വലിയ തോതിലുള്ള എൻവയൺമെന്റൽ പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് തന്നെയുമല്ല ഞാനവിടെ പോയി ജനങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ ജനങ്ങൾ മുഴുവൻ എതിരാണ്. അവിടുത്തെ MLA അറിഞ്ഞിട്ടില്ല, MP അറിഞ്ഞിട്ടില്ല, പഞ്ചായത്ത് അറിഞ്ഞിട്ടില്ല, ആരോരും അറിയാതെ രഹസ്യമായിട്ടാണ് ഈ ഓർഡർ പുറത്തു വരുന്നത്. ഓർഡർ പുറത്തു വന്നതോ കഞ്ചിക്കോടെന്നാണ് പറഞ്ഞത്. ആ ഓർഡറിൽ തന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കഞ്ചിക്കോടെന്നാണ് ആ ഓർഡർ പറയുന്നത്. പക്ഷേ പ്ലാന്റും അനുബന്ധ സ്ഥാപനങ്ങളും വരുന്നത് എലപ്പുള്ളിയിലാണ്. പിന്നെ എലപ്പുള്ളി എന്ന് പറയുന്നിടത്ത് കഞ്ചിക്കോടെന്ന് എഴുതിച്ചത്. അപ്പം മൊത്തം ദുരൂഹതയാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ പ്ലാന്റുമായി മുന്നോട്ട് പോയാൽ അത് പാലക്കാട്ടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വെള്ളം കിട്ടുന്നതിൽ കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല. ഇപ്പം ഈ എലപ്പുള്ളി സ്ഥലം തന്നെ നേരത്തെ 2 പൂ കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒരു കൃഷിയെ ചെയ്യാൻ കഴിയും. അത് തന്നെ ഭൂഗർഭജലം ഉപയോഗിച്ചാണ് ആ കൃഷി ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വൻതോതിൽ ജല ഉപയോഗം വേണ്ടി വരുന്ന തരത്തിലുള്ള ഒരു പ്ലാന്റ് കൊണ്ടുവരുന്നത് ആരെ സഹായിക്കാനാണ്?